തൃശൂർ പൂരത്തിന് തല ഉയർത്തി നിൽക്കുന്ന ഗജവീരന്മാർക്ക് നെറ്റിപ്പട്ടമൊരുക്കുന്ന തിരക്കിലാണ് ദേശക്കാർ. സ്വർണശോഭയിൽ തിളങ്ങുന്ന കൊമ്പന്മാരുടെ നെറ്റിപ്പട്ടങ്ങൾക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. തിരുവമ്പാടിക്ക് വേണ്ടി പുരുഷോത്തമൻ അരണാട്ടുകരയുടെയും പാറമേക്കാവിന് വേണ്ടി കെ വസന്തന്റെയും നേതൃത്വത്തിലാണ് വർഷങ്ങളായി നെറ്റിപ്പട്ടങ്ങൾ ഒരുക്കുന്നത്. എഴുന്നള്ളിപ്പുകൾക്ക് പലതരത്തിലുള്ള നെറ്റിപ്പട്ടങ്ങളുണ്ടെങ്കിലും തൃശൂർ പൂരത്തിന് പ്രധാനമായും 3 തരമാണുള്ളത്. തിടം വേറ്റുന്ന ആന അണിയുന്ന ചൂരൽപൊളി, ഇടത്തും വലത്തും നിൽക്കുന്ന കൂട്ടാനകൾ നാഗപടമെന്ന നെറ്റിപ്പട്ടമണിയും. എഴുന്നള്ളിപ്പിലുള്ള മറ്റ് ആനകൾ വണ്ടോട് എന്നറിയപ്പെടുന്ന നെറ്റിപ്പട്ടങ്ങളാണ് അണിയുന്നത്. ഓരോ നെറ്റിപ്പട്ടങ്ങളിലെയും പൂക്കളും കുമിളകളുമൊക്കെ വ്യത്യസ്തമാണ്. പൂരപ്രേമികൾക്ക് ഇത് യഥാവിധി തിരിച്ചറിയാനാകും. പൂരത്തിന് 15 ആനകളാണ് ഉപയോഗിക്കുക ഒരു വിഭാഗത്തിന്. അതായത് നടുക്കിലത്തെ ആനയ്ക്ക് ചൂരൽപ്പുളി നെറ്റിപ്പട്ടവും, കൂട്ടാനകൾക്ക് നാഗപടം നെറ്റിപ്പട്ടവും, ബാക്കിയുള്ള ആനകൾക്ക് വണ്ടോട് നെറ്റിപ്പട്ടമാണ് ഉപയോഗിക്കുന്നത്. ഏറ്റവും വലിയ കോസ്റ്റ്ലി വരുന്ന ഒരു ഐറ്റംസാണിത്. ഏറ്റവും കാണാൻ ഭംഗിയുള്ളതും അത് തന്നെയാണ്. ഒരു നെറ്റിപ്പട്ടം പണിയണമെങ്കിൽ ഒരു 4 ദിവസം തുന്നൽ പണിക്ക് തന്നെ വേണ്ടി വരും. ആ പ്ലേറ്റിങ്ങിൻ്റെ പണിക്കും 4 ദിവസം വേണ്ടി വരും. അതൊക്കെ മൊത്തം എല്ലാവരും കൂടി ഒന്ന് വർക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ 2-3 ദിവസം കൊണ്ട് തീർക്കുന്നു മാത്രം. ഇതിന് 1 ലക്ഷത്തിന് മുകളിൽ വില വരും പണി തീർന്നു വരുമ്പോൾ. ഇതിൻ്റെ വർക്കുകളെല്ലാം ഒരുവിധം തീർന്നു കഴിഞ്ഞു. ഇനി പൂരത്തിന് ഉപയോഗിക്കാൻ വേണ്ടു അത് വരയ്ക്കുള്ള വർക്കുകളൊക്കെ എല്ലാം തീർന്നു കഴിഞ്ഞിട്ടുണ്ട്. ചുവന്ന നിറത്തിലുള്ള കോട്ടൺ തുണികൾക്ക് മുകളിൽ സ്വർണ്ണവർണ്ണത്തിലുള്ള കുമിളകൾ തുന്നിച്ചേർക്കും. കമ്പിളി നൂലുകൾ കൊണ്ട് അരികുകൾ മനോഹരമാക്കും. പ്രത്യേകതകൾ ഏറെയുണ്ട് ഓരോ നെറ്റിപ്പട്ടത്തിനും. എണ്ണായിരത്തോളം കുമിളകൾ ഉണ്ടാകും ഓരോന്നിലും. നടുക്ക് ഒരു മുക്കിണ്ണം, അതിനോട് ചേർന്ന് 2 വട്ടക്കിണ്ണം, ഇരുവശങ്ങളിലും 9 വീതം ഇടക്കിണ്ണങ്ങൾ, 5 നെറ്റിക്കിണ്ണങ്ങൾ തുടങ്ങിയവയെല്ലാം ചേർന്നതാണ് ഓരോ നെറ്റിപ്പട്ടങ്ങളും. ഒരു നെറ്റിപ്പട്ടത്തിന്റെ നിർമ്മാണം പൂർത്തിയാകാൻ 3 ദിവസം വരെ എടുക്കും. ന്യൂസ് 18 തൃശൂർ. പൂരപ്രേമികളുടെ ആരവത്തോടൊപ്പം ആനപ്പുറത്തെ ആലവട്ടങ്ങളും ആവേശത്തിന് മാറ്റുകൂട്ടും. പാറമേക്കാവ് വിഭാഗത്തിന് ദശകങ്ങളായി ആലവട്ടം ഒരുക്കുന്നത് കുറ്റുമുക്ക് ദേശത്തെ ചാത്തനാത്ത് കുടുംബമാണ്. ആനപ്പുറത്തെ ചന്തം പകരുന്ന മയിൽപ്പീലി കണ്ണുകൾ. പൂരപ്രേമികളുടെ ആരവത്തിനൊപ്പം ആലവട്ടങ്ങൾ ഒരുക്കുന്നത് അപൂർവ സുന്ദര കാഴ്ചകളാണ്. പൂരമില്ലാതെ കടന്നുപോയ വർഷത്തിന് പകരമെന്നോണം ആലവട്ടങ്ങൾ തയ്യാറാവുകയാണ്. പാറമേക്കാവിന്റെ ആലവട്ടത്തിന് ചുക്കാൻ പിടിക്കുന്നത് ചാത്തനാത്ത് കുടുംബമാണ്. ഒറ്റപ്പാലം NSS കോളേജിൽ അധ്യാപകനായിരുന്ന മുരളീധരൻ അച്ഛന്റെ വിയോഗത്തിന് ശേഷമാണ് ആലവട്ട നിർമ്മാണത്തിന് ഇറങ്ങിയത്. അച്ഛൻ്റെ അച്ഛനായിട്ട് തന്നെ ഉള്ള ഒരു പാരമ്പര്യമാണ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 125 കൊല്ലം മുമ്പ് തന്നെ ഈ ആലവട്ട പഞ്ചാബ് നിർമ്മാണത്തിന് ഞങ്ങളുടെ കുടുംബം തൃശ്ശൂർ പൂരത്തിന് പാറമേക്കാവ് വിഭാഗത്തിന് പണിതുകൊണ്ടിരിക്കുന്നവരാണ്. അപ്പം അച്ഛൻ്റെ അച്ഛനും ശേഷം എൻ്റെ അച്ഛനും, പിന്നെ എൻ്റെ അച്ഛന് ശേഷം അച്ഛൻ 2004 ഡിസംബറിലാണ് മരിക്കുന്നത്. അതിനുശേഷം 17 കൊല്ലമായിട്ടും തൃശ്ശൂർ പൂരത്തിൻ്റെ ആലവട്ട പഞ്ചാബ് നിർമ്മാണം ഞാൻ ഏറ്റെടുത്ത് ചെയ്യുകയാണ്. അപ്പോൾ ഇതൊരു പാരമ്പര്യമായിട്ടുള്ള കൊല്ലത്തൊഴിലായിട്ട് തന്നെ ഇതിനെ കണക്കാക്കണം. ഒരു ജോഡി ആലവട്ടം ഒരുക്കുന്നതിന് 4 കിലോ മയിൽപ്പീലിയാണ് ആവശ്യം. 1 കിലോ മയിൽപ്പീലിക്ക് 2000 രൂപയിലേറെ വില വരും. ഒരു സെറ്റ് ആലവട്ടം നിർമ്മിക്കാൻ 8 ദിവസം വേണം. 15,000 രൂപയാണ് ഒരു ജോഡി ആലവട്ടത്തിന്റെ വില. പീലിയും പീലി തണ്ടുമെല്ലാം ആലവട്ട നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു.
ആലവട്ടത്തിൽ കാണുന്ന വെളുത്ത വൃത്തങ്ങളും ചതുരങ്ങളുമെല്ലാം പീലിത്തണ്ടുകളാണ്. പീലിക്കണ്ണുകൾ പ്രത്യേക രീതിയിൽ ചേർത്ത് കെട്ടിയാണ് ഓരോ ചുറ്റും പൂർത്തിയാക്കുന്നത്. ഇത് ഹാർഡ് വർക്കിനേക്കാൾ ഉപരി സ്കിൽഡ് വർക്ക് എന്നാണ് നമുക്ക് പറയുന്നത്. കാരണം അല്പം ഒരു മനസ്സാന്നിധ്യവും മനോധർമ്മവും വേണ്ട ഒരു തൊഴിലാണ്. ഒരു ആർട്ടിഫിഷ്യൽ അല്ല. ഇതിനകത്ത് ഉണ്ടാക്കുന്ന എല്ലാം സിന്തറ്റിക് അല്ല, പൂർണ്ണമായിട്ടും പ്രകൃതിയാൽ കിട്ടുന്ന. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇപ്പോൾ ഇത് മയിൽപ്പീലിയുടെ തണ്ട് കൊണ്ട് വളച്ചുണ്ടാക്കുന്ന ഒരു തരം പൂവാണ്. അതേപോലെ തന്നെ ഇതും മയിൽപ്പീലി തണ്ടിനെ നമ്മൾ ചുരുട്ടി ഉണ്ടാക്കുന്ന ശംഖ് എന്ന് പറയുന്നൊരു പൂവാണ്. അതേപോലെ തന്നെ ഇതും ഈ പൂവിൻ്റെ മറ്റൊരു വേർഷനാണ്, മറ്റൊരു ഭാഗമാണ് ഇത്. അടിപ്പൂവ് എന്നാണ് ഞങ്ങൾ പറയുന്നത്. ഇത് 8 പൂ എഴുന്നള്ളിക്കുന്ന ആനയ്ക്ക് നിർമ്മിക്കുന്ന ഒരു പ്രത്യേക മോഡലുള്ള ആലവട്ടാണ്. അത് സാധാരണ തൃശ്ശൂർ പൂരത്തിന് മാത്രമേ ഇത്തരം വൈവിധ്യവും ഇത്തരം സ്പെഷ്യാലിറ്റിയും ഒക്കെ നമ്മൾ ചേർത്തുകൊണ്ട് കൂടുതൽ ആകർഷകമാക്കാൻ ചെയ്യുന്നത്. മറ്റൊരു പൂരങ്ങൾക്കും ചെയ്യാറില്ല. അത് തൃശ്ശൂർ പൂരത്തിന് മാത്രമേ ചെയ്യുള്ളൂ. കാരണം പൂരങ്ങളുടെ പൂരല്ലേ. 15 ജോഡി ആലവട്ടങ്ങളാണ് ഒരു വിഭാഗത്തിന് ഉണ്ടാവുക. തിടമ്പേറ്റുന്ന കൊമ്പന്റെ ആലവട്ടം കൂടുതൽ ആകർഷകവും വർണ്ണാഭവുമായിരിക്കും. രാജസ്ഥാനിലെ ജോധ്പൂരിൽ ആദിവാസികളിൽ നിന്നാണ് മയിൽപ്പീലികൾ വാങ്ങുന്നത്. ക്യാമറമാൻ KP ധനേഷിനോടൊപ്പം സുബി വിശ്വനാഥൻ, ന്യൂസ് 18 തൃശൂർ. മുസ്ലിം പള്ളിയും ക്ഷേത്രവും തമ്മിലുള്ള സൗഹാർദ്ദത്തിന്റെ കഥ പറയുകയാണ് കോഴിക്കോട് ബാലുശ്ശേരി അവിടനല്ലൂർ എന്ന ഗ്രാമം. പുതുക്കിപ്പണിത പള്ളിയിൽ ഇമാം മതപ്രസംഗം നടത്തുന്ന പീഠം അവിടനല്ലൂർ ശിവക്ഷേത്രം കമ്മിറ്റി വകയാണ്. പ്രദേശത്തെ ക്ഷേത്രത്തിലെയും പള്ളിയിലെയും ആഘോഷങ്ങളും എല്ലാ മതവിഭാഗങ്ങളും ഒരുമിച്ചാണ് നടത്തുന്നത്. മതങ്ങളും വിശ്വാസങ്ങളും മനുഷ്യർക്ക് അതിരിടുന്ന കാലത്താണ് കോഴിക്കോട് ബാലുശ്ശേരി അവിടനല്ലൂർ ഗ്രാമം വേറിട്ട കഥ പറയുന്നത്. പള്ളിയിലെ ഇമാം വിശ്വാസികൾക്ക് റമദാൻ പ്രഭാഷണം നടത്തുന്നത് ക്ഷേത്ര കമ്മിറ്റി സംഭാവന നൽകിയ പ്രസംഗപീഠത്തിലാണ്. പുതുക്കിപ്പണിത പള്ളിയുടെ ഉദ്ഘാടന സമയമെത്തിയപ്പോൾ അവിടനല്ലൂർ ചുണ്ടലി ശിവക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾക്ക് മറ്റൊന്നും ആലോചിക്കാനുണ്ടായിരുന്നില്ല. ശിവക്ഷേത്രം കമ്മിറ്റിയുടെ പേരിൽ പ്രസംഗപീഠം സംഭാവനയായി നൽകി. ഈ സ്നേഹവും സൗഹാർദ്ദവും മതസൗഹാർദ്ദം നമുക്ക് ഊട്ടിയുറപ്പിക്കേണ്ടതിന് ആവശ്യമായിട്ട് ഉപരിപ്ലവമായ ആ മതസൗഹാർദ്ദമല്ലാതെ വളരെ നല്ല രീതിയിൽ ആഴത്തിലുള്ള ഒരു മതസൗഹാർദ്ദം വേണം എന്നുള്ള ഒരു പ്രചോദനത്തിൽ നിന്നാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിലെത്താൻ കഴിയുന്നത്. പ്രസംഗപീഠം മാത്രമല്ല, പള്ളിക്കു ചുറ്റിലുമുള്ള അലങ്കാര ചെടികളെല്ലാം ഇതര മതവിശ്വാസികളുടെ വകയാണ്. എല്ലാവരും അത്യുത്സാഹപൂർവ്വം ഇവരെ വന്ന് ചോദിക്കുകയും അത് നിങ്ങളെല്ലാവരും കൂടി വന്നിട്ട് ഞങ്ങൾക്ക് സമർപ്പിക്കണമെന്ന് പറയുകയും ചെയ്തു. 4 പതിറ്റാണ്ട് മുമ്പാണ് ശിവക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണം നടന്നത്. അന്ന് മുസ്ലിം മതവിശ്വാസികൾ ഉൾപ്പെടെയുള്ളവരാണ് ഉത്സവം നടത്തിയത്. ഈ സാഹോദര്യത്തിന്റെ തുടർച്ച തന്നെയാണ് ത്വാഹ മസ്ജിദിനുള്ളിലെ ക്ഷേത്ര കമ്മിറ്റിയുടെ ഈ പ്രസംഗപീഠം. 2 മതങ്ങൾ, 2 ആരാധനാലയങ്ങൾ, പക്ഷേ മാനവികത കൊണ്ട് അതിർത്തികൾ മായ്ച്ചു കളയുന്നു ഈ മനുഷ്യർ. ക്യാമറമാൻ ഷാഫിക്കൊപ്പം മുഹമ്മദ് ഷഹീദ്, ന്യൂസ് 18. നിലമ്പൂരിലെ ലോകപ്രശസ്തമായ തേക്ക് തോട്ടമായ കനോലി പ്ലോട്ടിലേക്ക് തുടങ്ങിയ ജങ്കാർ സർവീസ് സഞ്ചാരികളുടെ ശ്രദ്ധ നേടുകയാണ്. തകർന്ന തൂക്കുപാലം പുനഃസ്ഥാപിക്കാത്ത സാഹചര്യത്തിലാണ് ജങ്കാർ സർവീസ്. ഈ തൂക്കുപാലം ചാലിയാറിലൂടെ ഒഴുകിയെത്തിയ പ്രളയജലം തകർത്തെറിഞ്ഞതോടെയാണ് കനോലി പ്ലോട്ടിലെ വിനോദസഞ്ചാരത്തിന്റെ നടുവൊടിഞ്ഞത്. കനോലി പ്ലോട്ടിലേക്ക് എത്താൻ കാട്ടിലൂടെ ഓഫ് റോഡ് ട്രക്കിംഗ്, ജീപ്പ് സവാരിയൊക്കെ ബദലായി തുടങ്ങിയെങ്കിലും ഒന്നും വിജയിച്ചില്ല. ആ സാഹചര്യത്തിലാണ് പരീക്ഷണാർത്ഥം ജങ്കാർ സർവീസ് ആരംഭിച്ചത്. ചാലിയാറിന്റെ ഇരുകരകളിലുമായി ഉറപ്പിച്ച ഉരുക്കുവടങ്ങൾക്കിടയിൽ കയറുകെട്ടി വലിച്ചാണ് ജങ്കാർ നീങ്ങുന്നത്. നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ കനോലി പ്ലോട്ട് ഉൾപ്പെടെ കാണാനും അതുപോലെ കനോലി പ്ലോട്ടിലെ എല്ലാ ഭാഗങ്ങളും കാണാനും ജങ്കാർ സർവീസിലൂടെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുള്ളൊരു യാത്ര, നല്ല കാറ്റൊക്കെ കൊണ്ടുകൊണ്ടുള്ള ഒരു യാത്രയ്ക്ക് നമ്മൾ ഈടാക്കുന്നത് 80 രൂപ മാത്രമാണ്. അപ്പോൾ ഇത് പൊതുവെ ജനങ്ങൾ വളരെ അക്സെപ്റ്റബിളായുള്ള ഒരു മാർഗ്ഗമായതുകൊണ്ട് പൊതുവെ വളരെ സ്വീകാര്യമാണ്. 10,000 വളരെയധികം ആളുകൾ ഇതിലൂടെ യാത്ര ചെയ്യുന്നുണ്ട്.
ഒരേ സമയം 50 പേർക്ക് യാത്ര ചെയ്യാവുന്ന സൗകര്യമാണ് ജങ്കാറിലുള്ളത്. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചാണ് സർവീസ് നടത്തുന്നതെന്നും വനംവകുപ്പ്. കോവിഡ് ആയിട്ടുള്ള മുൻകരുതൽ എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ കുറച്ച് ആളുകളെ മാത്രമേ ഒരു ട്രിപ്പിൽ നമ്മൾ കൊണ്ടുവരുള്ളൂ. അതുപോലെ തന്നെ എല്ലായിടത്തും സാമൂഹിക അകലം പാലിക്കുന്നുണ്ടെന്ന് നമ്മൾ ഭൂരിഭാഗം ഉറപ്പുവരുത്തും. പിന്നെ മാസ്ക് ധരിക്കുന്ന പറഞ്ഞ നിർബന്ധമാണ്. പിന്നെ എല്ലാ ഭാഗങ്ങളിലും സാനിറ്റൈസർ വെച്ചിട്ടുണ്ട്. സാനിറ്റൈസർ ചെയ്യണം എന്നുള്ള കാര്യം നിർബന്ധമാണ്. അത് നമ്മൾ ഇതിൽ കയറുമ്പോൾ തന്നെ വളരെയധികം കണിശമായിട്ട് പറയുന്ന ഒരു കാര്യങ്ങളാണ്. ഒരു സവാരിയിൽ നമ്മൾ 50 പേർക്ക് കയറാമെങ്കിലും നമ്മൾ ഇപ്പോഴത്തെ മാനദണ്ഡമൊക്കെ പാലിച്ചുകൊണ്ട് 20 അല്ലെങ്കിൽ 25 അത്ര പരമാവധി നമ്മൾ അലോ ചെയ്യുള്ളൂ. അത് കഴിഞ്ഞാൽ സർവീസ് ഇങ്ങോട്ട് പോരും. ഇവിടുന്ന് ആൾക്കാരെ കയറ്റി അക്കരക്കും പോകും. പുതിയ സൗകര്യത്തെപ്പറ്റി സഞ്ചാരികൾ പറയുന്നത് ഇങ്ങനെ: ഒരു വ്യത്യസ്തമായ അനുഭവമാണ്. ഞങ്ങൾ തൂക്കുവല്ല സമയത്തോടെ വന്നിട്ടുണ്ട്. പക്ഷേ ജങ്കാറിലെ ടൈമിൽ ആദ്യമായിട്ടാണ് വരുന്നത്. ഇവിടെ ഒരു അനുഭവമാണ്. അത് നല്ല അനുഭവമാണ്. ഇവിടെ ആദ്യം വന്നിട്ടുള്ളതാണ്. അപ്പോൾ ജങ്കാറിൽ കയറിയപ്പോൾ അതൊരു സൂപ്പർ, മറ്റേത് വന്നപ്പോൾ അതും സൂപ്പർ, കുഴപ്പമില്ല. ₹80 കനോലി പ്ലോട്ടിലേക്ക് വനംവകുപ്പ് ഈടാക്കുന്നത്. ഇതിൽ ജങ്കാർ ടിക്കറ്റ് ചാർജും ഉൾപ്പെടും. ന്യൂസ് 18 മലപ്പുറം. പെട്ടിമുടി ദുരന്തഭൂമിയിൽ നിന്ന് പോലീസ് ഏറ്റെടുത്ത കുവി എന്ന നായയെ ഉടമയ്ക്ക് തിരിച്ചേൽപ്പിച്ച് പോലീസ്. പെട്ടിമുടിയിൽ ഉരുൾപൊട്ടലുണ്ടായ സ്ഥലത്ത് തന്റെ കളിക്കൂട്ടുകാരി ധനുഷ്കയെ തേടി നടക്കുകയും ധനുഷ്കയുടെ മൃതദേഹം കണ്ടെത്താൻ പോലീസിനെ സഹായിക്കുകയും ചെയ്തത് കുവി എന്ന പെൺനായയാണ്. പെട്ടിമുടി ദുരന്തത്തിൽ മരിച്ച ധനുഷ്കയുടെ ബന്ധുക്കളുടെ അഭ്യർത്ഥനയെ തുടർന്നാണ് കുവി എന്ന നായയെ പോലീസ് തിരികെ നൽകിയത്. ദുരന്തഭൂമിയിൽ നിന്ന് ധനുഷ്കയുടെ മൃതദേഹം കണ്ടെത്തിയത് കുവിയായിരുന്നു. പെട്ടിമുടിയിൽ നിന്ന് 4 കിലോമീറ്റർ ദൂരെയുള്ള ട്രാവൽ ബങ്ക് എന്ന സ്ഥലത്ത് വളർത്തുനായ കുട്ടിയുടെ മണം പിടിച്ച് എത്തുകയായിരുന്നു. ഉറ്റവർ ഒഴുകിപ്പോയ അരുവിയുടെ തീരത്ത് എന്നുമെത്തി കുവി കുരച്ച് ബഹളമുണ്ടാക്കിയിരുന്നു. സംശയം തോന്നിയെത്തിയ ദൌത്യസംഘം പുഴയ്ക്ക് കുറുകെ കിടന്ന മരക്കൊമ്പുകളിൽ നിന്ന് 2 വയസ്സുകാരി ധനുഷ്കയുടെ മൃതദേഹം കണ്ടെടുത്തു. ജില്ലാ ഡോഗ് സ്ക്വാഡിലെ പരിശീലകനും സിവിൽ പോലീസ് ഓഫീസറുമായ അജിത് മാധവനാണ് ഭക്ഷണം നൽകി കുവിയെ സാധാരണ നിലയിലേക്ക് തിരിച്ചുകൊണ്ടുവന്നത്. തുടർന്ന് തന്റെ വീട്ടിലേക്ക് കുവിയെ കൊണ്ടുപോകാൻ താൽപര്യം കാണിച്ചപ്പോഴാണ് സംസ്ഥാന പോലീസ് മേധാവി കുവിയെ സംരക്ഷിക്കാനുള്ള നടപടികൾ എടുത്തത്. കുവിയെ തിരിച്ചു കിട്ടണമെന്ന അഭ്യർത്ഥന പളനിയമ്മ DGPക്ക് മുൻപാകെ വെച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കുവിയെ പളനിയമ്മയ്ക്ക് തിരികെ കൈമാറിയത്. അതിനെ വീണ്ടും അവർക്ക് തന്നെ വളർത്താൻ, മറ്റുള്ളവരെല്ലാം മരണപ്പെട്ടതിൻ്റെ അവരുടെ ഓർമ്മയായിട്ട് കൂടെ വളർത്തണമെന്ന് DGPക്ക് ആവശ്യപ്പെട്ട പ്രകാരം അന്വേഷണം നടത്തി അതിൻ്റെ പ്രകാരം അതിനെ തിരികെ ഏൽപ്പിക്കുകയാണ്. അതിനെ നന്നായി നോക്കാനും മറ്റും തിരികെ അവർക്ക് വേണ്ടി ഏൽപ്പിക്കുകയാണ്. കുവിയെ തിരികെ ലഭിച്ചതിൽ സന്തോഷമുണ്ടെന്ന് പളനിയമ്മ. நான் என் மகனும் மட்டும் இருக்கோம். அது கூட குவி எனக்கு கிடைச்சது ரொம்ப சந்தோஷம். நாங்கள் 3 பேராக இருப்போம். 22 பேருக்கு நாங்கள் 3 பேர் இருக்கோம். 3 பேர்லேயும் எனக்கு இந்த பட்டி கிடைச்சது ரொம்ப சந்தோஷம். പോലീസ് ഏറ്റെടുത്തതോടെ ഹിൽ വോക്ക്, മണം പിടിക്കൽ എന്നിവയിൽ കുവി പരിശീലനം പൂർത്തിയാക്കിയിരുന്നു. ന്യൂസ് 18 ഇടുക്കി. നാട്ടിൻപുറത്തിൽ ഇനിയൊരു ഇടവേള. കോൺട്രാക്ടർ ചേട്ടാ, ഈ വാട്ടർ പ്രൂഫിംഗ് ഇല്ലേ, അത് ഞാൻ സാധിക്കാറില്ലെന്ന് പരാതിപ്പെടുന്നവർക്ക് മാതൃകയാണ് പെരുമ്പാവൂർ സ്വദേശിനി ഷീജ. വലിയ കൃഷിത്തോട്ടങ്ങളെ വിസ്മയിപ്പിക്കുന്ന വിധമാണ് ഷീജയുടെ തോട്ടം. പെരുമ്പാവൂർ മുടക്കുഴ പഞ്ചായത്തിലെ അകനാട് സ്വദേശിയാണ് ഷീജ. വീടിനോട് ചേർന്നുള്ള ചെറിയ സ്ഥലം മാത്രമാണ് സ്വന്തമായുള്ളത്. ഒട്ടുമിക്ക പച്ചക്കറികളും ഫലവൃക്ഷങ്ങളും ഇവിടെ വളരുന്നുണ്ട്. ഗ്രോബാഗിലാണ് കൃഷി. അതിൽ വലുതും ചെറുതുമായ എല്ലാത്തരം കൃഷിയുമുണ്ട്. സീസൺ അനുസരിച്ചാണ് ഷീജയുടെ കൃഷി. ഞാനിവിടെ 2012 മുതൽ ഗ്രോബാഗ് കൃഷിയാണ് തുടങ്ങിയത്. ഗ്രോബാഗ് കൃഷിയിൽ എല്ലാത്തരം പച്ചക്കറികളും കൃഷി ചെയ്യുന്നുണ്ട്. ഓരോ സീസൺ അനുസരിച്ച് ആണ് ഓരോ കൃഷി ചെയ്യണത്. ശീതകാല സമയത്ത് ശീതകാല പച്ചക്കറികൾ, ഇപ്പോൾ അത് കഴിഞ്ഞു. ഇപ്പോൾ എല്ലാത്തരം മറ്റ് പച്ചക്കറികളെല്ലാം ഇപ്പോൾ കൃഷിയുണ്ട്. വൃക്ഷങ്ങളുടെ നിരയാണ് വേറൊന്ന്. ലെയറിങ്ങും ഗ്രാഫിങ്ങും നടത്തിയ അപൂർവ ഇനം ചാമ്പ, സപ്പോട്ട, നാരകം, പ്ലാവ്, മാവ് എന്നിവ കാഴ്ചക്കാരെ അത്ഭുതപ്പെടുത്തും. ഫിഷ് ടാങ്ക് ഒരുക്കിയതും ഇതിനിടയിൽ കാണാം. മഴവിൽ ചോളമാണ് മറ്റൊരാകർഷണം. കൃഷി ഗ്രൂപ്പുകൾ വഴി വിത്തുകളും തൈകളും വാങ്ങി ജൈവവളം ഉപയോഗിച്ചാണ് കൃഷി. കൗതുകത്തിനായി തുടങ്ങിയ കൃഷി കഴിഞ്ഞ 9 വർഷമായി തുടരുകയാണ്. ന്യൂസ് 18
പെരുമ്പാവൂർ. ആയൂർ ജാക്ക് അഥവാ വിയറ്റ്നാം എർലി എന്നറിയപ്പെടുന്ന പ്ലാവ് കായ്ച്ചതിന്റെ സന്തോഷത്തിലാണ് കൊട്ടാരക്കര സ്വദേശി ലിജു ജോൺ. വർഷം മുഴുവൻ കായ്ഫലം തരുന്ന പ്ലാവാണ് വിയറ്റ്നാം എർലി. വിയറ്റ്നാം എർലി എന്നു പേരുള്ള ഈ പ്ലാവ് വിദേശ ഇനമാണ്. തീർത്തും ജൈവവളം ഉപയോഗിച്ചാണ് കൃഷി ഓഫീസർ കൂടിയായ ലിജു പ്ലാവ് വളർത്തിയെടുത്തത്. ഒരു വർഷത്തിനുള്ളിൽ കായ്ഫലം തരുന്നതാണ് വിയറ്റ്നാം എർലി. നമുക്ക് ഗുണമേന്മയിലാണെങ്കിൽ അത് സ്വാദിലും ഗുണമേന്മയിലും ഒക്കെ വളരെ മുമ്പിൽ നിൽക്കുന്ന ഒരു ചക്കയാണ്. അത് നല്ല കട്ടിയുള്ള, തിക്നെസ് ഉള്ള, നല്ല ക്രിസ്പിയായ, നല്ല കളറുള്ള ചക്കയാണ്. ഏകദേശം 10 കിലോ തൂക്കം വരുന്ന ചക്കകളാണ് ഈ പ്ലാവിൽ കായ്ക്കുന്നത്. അധികം ഉയരം വെക്കാത്തതും വിയറ്റ്നാം എർലിയുടെ പ്രത്യേകതയാണ്. വർഷം മുഴുവൻ കായ്ഫലം തരുന്ന ഇനമാണിത്. 15ലധികം പ്ലാവ് നട്ടുപിടിപ്പിച്ചിട്ടുള്ളത് വെച്ച് എല്ലാ ഇനങ്ങളും, പ്രത്യേകിച്ചും ഹോം ഗ്രൗണ്ടിൻ്റെ ഇനങ്ങളാണ് ആദ്യം തന്നെ നട്ടുപിടിപ്പിച്ചത്. അതായത് നമ്മുടെ ഡെങ് സൂര്യ, J33, സിന്ദൂർ വരിക്ക, അരക്കില്ല വരിക്ക, അങ്ങനെ തുടങ്ങിയ ഒട്ടേറെ ഇനങ്ങൾ. ഇനിയിപ്പോൾ നമ്മൾ കർണാടകയുടെ പ്രധാനപ്പെട്ട ഇനമായ സിദ്ധു വരിക്കയും അതുപോലെ തന്നെ ശങ്കർ വരിക്കയും കൊണ്ടുവരുന്നതിനുള്ള തീവ്ര ശ്രമത്തിലാണ്. മേലിലെ കൃഷി ഓഫീസറായി ജോലി ചെയ്തു വരുന്ന ലിജു ജോൺ ഒരു ചെടിയിൽ തന്നെ വിവിധ ഇനങ്ങൾ ഗ്രാഫ്റ്റ് ചെയ്ത് രാക്ഷസൻ ചെടി നിർമ്മിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഔദ്യോഗിക ജീവിതത്തിലെ തിരക്കുകൾ കഴിയുമ്പോൾ വാണിജ്യാടിസ്ഥാനത്തിൽ വിയറ്റ്നാം എർലി വിപുലീകരിക്കാനും ഉദ്ദേശമുണ്ട്. ന്യൂസ് 18 കൊട്ടാരക്കര. കൊല്ലം കരുനാഗപ്പള്ളി നഗരസഭയിലെ തരിശുഭൂമിയിൽ ഇനി മഞ്ഞൾ വിളയും. നഗരസഭയുടെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് സമഗ്ര മഞ്ഞൾ കൃഷി വ്യാപന പദ്ധതി നടപ്പാക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായി അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെടുത്തിയാണ് മഞ്ഞൾ കൃഷി നടപ്പാക്കുന്നത്. കൃഷിഭൂമിയായി കുറഞ്ഞത് 10 സെന്റ് ഭൂമിയെങ്കിലുമുള്ള ഗുണഭോക്താക്കളെയാണ് പദ്ധതിക്കായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഒരാളിന് 50 കിലോ മഞ്ഞൾ വീതമാണ് നൽകുന്നത്. നഗരസഭയിൽ 250 യൂണിറ്റുകളാണ് ലക്ഷ്യമിടുന്നത്. ഓരോ ഡിവിഷനിലും 170 തൊഴിൽ ദിനങ്ങൾ സൃഷ്ടിക്കാനാവുമെന്ന പ്രതീക്ഷയാണുള്ളത്. കൃഷിഭൂമി ഒരുക്കുന്നതും മഞ്ഞൾ നടുന്നതുമെല്ലാം തൊഴിലുറപ്പ് തൊഴിലാളികൾ തന്നെയാണ്. ഒരേ സമയം കാർഷിക മേഖലയിലെ മുന്നേറ്റമാണ് ലക്ഷ്യം. സംസ്ഥാന സർക്കാരിൻ്റെ സുഭിക്ഷ കേരളം പദ്ധതിയുമായി ബന്ധപ്പെടുത്തി സമഗ്ര മഞ്ഞൾ കൃഷി വ്യാപനം നടപ്പാക്കുകയാണ്. ഈ പദ്ധതി പ്രകാരം ഏതാണ്ട് 250 യൂണിറ്റുകളിലായി 12,500 കിലോയോളം മഞ്ഞളാണ് നഗരസഭാ പ്രദേശത്ത് കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. മുൻപ് നടപ്പാക്കിയ സമഗ്ര വാഴകൃഷി പദ്ധതിയിലൂടെ 250ഓളം തൊഴിൽ ദിനങ്ങൾ സൃഷ്ടിക്കാനായി. മഞ്ഞൾ കൃഷി പദ്ധതിയിലൂടെ വ്യാവസായിക അടിസ്ഥാനത്തിൽ മഞ്ഞൾ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനാകുമെന്നാണ് നഗരസഭ അധികൃതരുടെ പ്രതീക്ഷ. ന്യൂസ് 18 കരുനാഗപ്പള്ളി. മുണ്ടകൻ കൃഷിക്ക് ശേഷം തരിശായ പാടത്ത് എള്ള് കൃഷി ചെയ്ത് വിജയം കൊയ്യുകയാണ് പത്തനംതിട്ട നരിയാപുരം സ്വദേശി അംബുജാക്ഷൻ. 10 ഏക്കർ പാടത്താണ് അംബുജാക്ഷന്റെ കൃഷി. മുണ്ടകൻ കൃഷിയുടെ കൊയ്ത്തിനു ശേഷം പാടം തരിശിട്ട് കർഷകർ മടങ്ങിയപ്പോഴാണ് കൊയ്ത്തു കഴിഞ്ഞ പാടത്തെ 10 ഏക്കർ സ്ഥലത്ത് അംബുജാക്ഷൻ എള്ള് കൃഷി ഇറക്കിയത്. വരൾച്ച രൂക്ഷമായതിനാൽ മുണ്ടകൻ കൃഷിക്ക് ശേഷം കർഷകർ പലരും പാടം തരിശിടുകയാണ് പതിവ്. എന്നാൽ ഈ പതിവ് തെറ്റിച്ചാണ് അംബുജാക്ഷൻ ഇടവേളയായി എള്ളുകൃഷി ചെയ്ത് നേട്ടം കൊയ്യുന്നത്. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ മികച്ച വിളവും വിലയും ലഭിക്കുന്നതിനാൽ എള്ളുകൃഷി ലാഭമാണെന്ന് അംബുജാക്ഷൻ പറയുന്നു. 3 മാസം കൊണ്ട് ഇതിന്റെ വിളവെടുക്കാം. അത് ഒത്തു കിട്ടിക്കഴിഞ്ഞാൽ നല്ല ആദായം ഉണ്ടാകും. കൃഷിക്കാവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ വള്ളിക്കോട്ടെ കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥരാണ് നൽകുന്നത്. വിത്തും പൂട്ടുകൂലിയും നൽകി വരുന്നുണ്ട്. ഹെക്ടറിന് TMB4 എന്ന് പറയുന്ന വെറൈറ്റി ഈ കർഷകർക്ക് സൗജന്യമായി നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പൂട്ടുകൂലി ഇനത്തിൽ ഒരു 1875 രൂപ വെച്ചും ഈ കർഷകർക്ക് നമ്മൾ നൽകിയിട്ടുണ്ട്. ഇപ്പം പ്രത്യേകിച്ചും ഒരു മുണ്ടകൻ കൃഷി ചെയ്തതിന് ശേഷം ഒരു 3 മാസം കൊണ്ട് കർഷകർക്കൊരു ഇടക്കാല അധിക വരുമാനം എന്നുള്ള നിലയിലാണ് നമ്മൾ ഈ കൃഷിയെ കൂടുതലായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നത്. ഇതിൻ്റെ വിജയത്തിനനുസരിച്ച് വരും കാലങ്ങളിൽ നമുക്ക് പൂർണ്ണമായും ഈ കൃഷി വ്യാപിപ്പിക്കുക എന്നുള്ളതാണ് കൃഷി വകുപ്പ് ഉദ്ദേശിക്കുന്നത്.
എള്ളുകൃഷിക്ക് ആവശ്യമായ ജൈവവളവും രാസവളങ്ങളുമാണ് പ്രധാനമായും ഉപയോഗിക്കുന്നത്. വേനൽ മഴ കൂടി ലഭിച്ചതോടെ വിളവ് പ്രതീക്ഷിച്ചതിലും വർദ്ധിച്ചിട്ടുണ്ട്. മണ്ണിന്റെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും അടുത്ത നെൽകൃഷിക്ക് നല്ല വിള ലഭിക്കാനും എള്ളുകൃഷി അനുയോജ്യമാണെന്നാണ് അംബുജാക്ഷന്റെ അഭിപ്രായം. ന്യൂസ് 18 പത്തനംതിട്ട. സുഭിക്ഷ കേരളം പദ്ധതി ഇടുക്കിയുടെ ഹൈറേഞ്ചിൽ പുതിയ കാർഷിക വിപ്ലവത്തിന് വഴിതെളിക്കുകയാണ്. വീട്ടാവശ്യത്തിനുള്ള ജൈവകൃഷിയായിരുന്നു ആദ്യം ചെയ്തിരുന്നത് എങ്കിൽ ഇന്ന് നിരവധി വീട്ടമ്മമാരുടെ വരുമാന മാർഗം കൂടിയാണ് ഇത്. ഇത്തരത്തിൽ സമ്മിശ്ര കൃഷിയിലൂടെ മികച്ച വരുമാനം കണ്ടെത്തുകയാണ് ഇടുക്കി പഴയവിടുതി സ്വദേശിനി മിനി സലീജൻ. വരാൻ പോകുന്ന ഭക്ഷ്യപ്രതിസന്ധിയെ മറികടക്കാനായിരുന്നു സുഭിക്ഷ കേരളം പദ്ധതി ലക്ഷ്യമിട്ടത്. ഇത് ഇടുക്കിയിലെ കാർഷിക കുടിയേറ്റ ഗ്രാമങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്തു. ഇന്ന് ജൈവകൃഷി വീട്ടാവശ്യത്തിന് മാത്രമല്ല, മികച്ച വരുമാനമാർഗം കൂടിയാണ്. ഇത്തരത്തിൽ അടുക്കളത്തോട്ടമൊരുക്കി തുടങ്ങിയ മിനി സലീജൻ എന്ന വീട്ടമ്മയ്ക്ക് ഫലവൃക്ഷങ്ങളും കോഴി വളർത്തലുമടക്കം നടത്തുന്നതിലൂടെ മികച്ച വരുമാനമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ലോക്ക്ഡൗൺ ടൈമിലാണ് ഞാൻ ചെറുതായിട്ട് പച്ചക്കറി കൃഷിയൊക്കെ തുടങ്ങിയത്. അപ്പോൾ എനിക്കത് ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നി. ഞാൻ കുറച്ച് കൂടുതലായിട്ട് ചെയ്യാൻ തുടങ്ങി. അതുപോലെ വിദേശ ഇനം പച്ചക്കറികൾ, കുറച്ച് പലവർഷ തൈകൾ ഒക്കെ ചെയ്യാൻ തുടങ്ങി. അതിൽ നിന്ന് എനിക്ക് തരക്കേടില്ലാത്ത ഒരു വരുമാനവും കിട്ടി. പിന്നെ കുറച്ച് കോഴി വളർത്തൽ ഒക്കെയുണ്ട്. നാടൻ പച്ചക്കറികൾക്കൊപ്പം ഹൈറേഞ്ചിന് അത്ര പരിചിതമല്ലാത്ത കടലയും വിദേശീന പച്ചക്കറികളും മിനി നട്ടുപരിപാലിക്കുന്നുണ്ട്. വിഷമുക്തമായ ആഹാരം കുടുംബത്തിന് നൽകാൻ കഴിയുന്നതിനൊപ്പം ജൈവകൃഷിയിലൂടെ സ്വയം പര്യാപ്തത കൈവരിക്കാനും സഹായകരമാകുമെന്നാണ് മിനിയുടെ അഭിപ്രായം. ന്യൂസ് 18 ഇടുക്കി. നാട്ടിൻപുറം പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി ഇനി അടുത്ത ആഴ്ച വീണ്ടും കാണാം. നമസ്കാരം.